ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു ഫാമ പ്ലേറ്റ്. ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വ്ലോഗാണ് കേട്ടോ. ഒരു ട്രാവൽ വ്ലോഗ്. വയനാടായിരുന്നു നമ്മളെ ഡെസ്റ്റിനേഷൻ. ഫസ്റ്റ് നമ്മൾ പോയത് പൂക്കോടിലേക്കാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് എപ്പോഴും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2 ഫാമിലീസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി കുറച്ച് റൗണ്ടൊക്കെ ബോട്ടിലൊക്കെ കറങ്ങി അങ്ങനെ നേരെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് നേരെ പോയത്. മാപ്പിൾ ഗ്രോ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്യാം. സംഭവം നല്ല ഭംഗിയുള്ള റിസോർട്ടാട്ടോ. ശരിക്കും നല്ല ഫുള്ള് കാടുകളും തോട്ടങ്ങളും ഫുൾ പച്ചപ്പായിരുന്നു. അവിടെ ഓരോ കോട്ടേജ് പോലെ ആയിരുന്നു കേട്ടോ. സെപ്പറേറ്റ് കോട്ടേജുകളായിട്ട് ഒരു ഇതിൽ തന്നെ 2 റൂമുകളായിട്ട്. ഞങ്ങൾ അതിലൊരു കോട്ടേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. 2 റൂമായിട്ട്. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെടുത്ത ഡേറ്റിന് വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പ്രൈവസി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഒരു പ്രൈവറ്റ് പൂളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ ആയിട്ട് ഒരു നൈസ് റിസോർട്ട് തന്നെ ആയിരുന്നു. ഞാൻ എടുത്ത കുറച്ച് പിക്സൊക്കെ ഇതിലൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പൂളിൻ്റെ ഒക്കെ നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. ഇതല്ലാതെ തന്നെ ക്യാമ്പ് ഫയറിൻ്റെ സ്പേസ് ഉണ്ട്. ക്യാമ്പ് ഫയറിനുള്ള സ്പേസ് ഉണ്ട്. ബാഡ്മിൻ്റൺ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ കുറേ ഏരിയാസൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ എന്തായാലും ഭയങ്കര ലാവിഷായിട്ട് എൻജോയ് ചെയ്തു. ഫുഡ് പിന്നെ നമുക്ക് നൈറ്റ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. നമുക്കിഷ്ടമുള്ളത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിച്ചേരും. നൈറ്റ് അങ്ങനെ കുറേ പൂളിലൊക്കെ കളിച്ചു. കുറച്ച് ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കുറേ അവിടെ. പിന്നെ കുട്ടികൾ പാട്ടൊക്കെ പാടി. അങ്ങനെ നൈറ്റ് കഴിഞ്ഞു. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 11 o'clock ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് സ്പോട്ട് കുറുവാ ദ്വീപ് ആയിരുന്നു. നിന്നിരുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടേക്ക്. പക്ഷെ ബോറടിച്ചില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. 2 മരങ്ങളുടെ ഇടയിൽ കൂടി റോഡ് പോണത് ഭയങ്കര രസമായിരുന്നു കാണാൻ. മെയിൻ റോഡിൽ നിന്ന് കയറി ദ്വീപിലേക്കുള്ള ഒരു ചെറിയ റോഡുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. വലിയ വലിയ മരങ്ങളും അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുഞ്ഞു റോഡൊക്കെ ആയിട്ട്. ഫോട്ടോ എടുക്കാനും ഒക്കെ നിർത്താന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു. അവിടെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇറങ്ങാന്നൊന്നും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു വൈബുള്ളൊരു സ്ഥലം. ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നിരുന്ന് ലാസ്റ്റ് സ്പോട്ട് എത്തി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കാട് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര പാടൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലം. അവിടേക്ക് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കുറേ ദ്വീപുകൾ ചേർന്നിട്ടുള്ളൊരു അതാണ് ഈ കുറുവാ ദ്വീപ് എന്ന് പറയുന്നത്. അവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഈ ഒരു ചങ്ങാടം പോലത്തെ ഒരു ഇതേ ഉള്ളൂ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ഇതിൽ ഇരുന്ന് ആ ദ്വീപ് മൊത്തം ചുറ്റി കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഓരോ വ്യൂവും നല്ല ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമ്മൾ. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടത്. എല്ലാം ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിംസ് ആണ് കേട്ടോ. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് നേരെ തിരിച്ചു വീട്ടിലേക്ക്. ചുരം ഇറങ്ങുമ്പം ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര ലക്കായിപ്പോയി. കാരണം നമ്മളെ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ കോട മൂടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പതുക്കെയാണ് ചുരം ഇറങ്ങിയത്. പക്ഷെ എന്നാലും ബോറടിച്ചില്ല. നല്ല കോടൊക്കെ കണ്ട് ആസ്വദിച്ചിറങ്ങി. ട്രാവൽ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടാവൂലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. കുറേ പുതിയ സ്ഥലങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ ആൾക്കാർ. ഭയങ്കര രസമല്ലേ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ വ്ളോഗ്, ഫസ്റ്റ് വ്ളോഗാണ്. ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഫ്രം ഫാമ പ്ലേറ്റ്.